എപ്പോഴും ഹാപ്പിയാണ്. നമ്മളെ ഹാപ്പിനെസ് വിടേണ്ട കാര്യം. കണ്ടോൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും അൺഹാപ്പി ആവുമോ? അപ്പോൾ വി ആൾവേസ് ഹാപ്പി. ഏതിന്റെ ഒപ്പം? അല്ല, അന്ന് തീരുമാനിച്ചത് ഞങ്ങളെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയ ശേഷം തീരുമാനം ഉണ്ടാവും. നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടോ? നാളല്ല, മറ്റന്നാൾ. നേതൃത്വമായുള്ള കൂടിക്കാഴ്ചയൊക്കെ നടത്തിയല്ലോ, അപ്പോൾ ലീഗ് നേതൃത്വമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും അനുകൂലം? അല്ല, അത് രാവിലെ സംസാരിച്ചതിന്റെ ബാക്കിയാണ്. അല്ല, എന്തിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ പ്രശ്നം ഇപ്പൊ തീർന്നില്ലേ? പിന്നെന്തിപ്പോ ഇത് എന്തിനും പരിഹാരം ഉണ്ടാവില്ലേ? സതീശൻ പറയുന്നത് പി വി അൻവർ വ്യക്തിപരമായ നിലപാടായി പ്രഖ്യാപിക്കട്ടെ. വ്യക്തിപരമായ തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റില്ല. അതെന്റെ വ്യക്തിപരമായ കാര്യമല്ലല്ലോ, അതൊരു പാർട്ടിയുടെ കാര്യമാണ്. അപ്പൊ ആ പാർട്ടിയുടെ കാര്യത്തിന് പാർട്ടിയുടെ തീരുമാനം സ്റ്റേറ്റ് കമ്മിറ്റി കൂടി നാഷണൽ കമ്മിറ്റിയോട് സംസാരിച്ചിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് വ്യക്തിപരമായി അൻവർ തീരുമാനിക്കട്ടെ, അൻവറിന് ഇരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. പക്ഷെ വ്യക്തിപരമായി എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? മത്സരിക്കാനോ അല്ലെങ്കിൽ യുഡിഎഫിനൊപ്പം ചേരാനോ? ഇല്ല, അത് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാവും. ഇപ്പം നടത്തിയിട്ടുള്ള ഏറ്റവും അവസാനം പോയിട്ട് വന്നിട്ടുള്ള ചർച്ചയിൽ ഒരു അനുകൂലമായ സമീപനം ഉണ്ടായോ? പ്രത്യേകിച്ച് എന്തിന്റെ ആനുകൂല്യം? അല്ല, ഈ UDF നിലപാട് ആദ്യം അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, അത് ആരെ വ്യക്തമാക്കണമെന്നല്ല ആലോചിക്കാന്ന്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ വസ്തുതകളാ പറഞ്ഞത്. എങ്ങനെ? അല്ല, ബസ്സിൽ പുറത്തു നിന്നാലും വാഹനത്തിന്റെ പുറത്തിരുന്നാലും ഡോറിൽ നിന്നാലും ബസിന്റെ ബാക്കിലെ കോണിയിൽ നിന്നാലും ലക്ഷ്യത്തിലെത്തൂലേ? അതല്ലേ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ പ്രോബ്ലം സോൾവ് ആവുന്നില്ല. പിന്നെന്താ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത്? കോണിയിൽ നിന്നായാലും അൻവർ യാത്ര ചെയ്യും. അല്ല, അങ്ങനെയും തീരുമാനിച്ചാൽ നല്ല മഴയല്ലേ ഇപ്പൊ, കോണിമ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. വേനലൊക്കെ ആണെങ്കിൽ പ്രശ്നങ്ങൾക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ബസ്സിലെ കോണി എന്ന് പറഞ്ഞത്. അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ എന്താ പറയാ, നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് അസന്തോഷമാവണം, അൺഹാപ്പി ആവേണ്ട കാര്യം? നമ്മളെ ഹെൽത്തിനും കൂടി ബാധിക്കൂലേ? ഐ ആം ഓൾവേസ് ഹാപ്പി. നിങ്ങൾക്ക് ഓരോ ഘട്ടത്തിൽ തോന്നി, നമ്മൾ ചിലപ്പോൾ എല്ലാതും ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ മുഖത്ത് എന്താ പറയാ അങ്ങനെ ഭാവവ്യത്യാസം ഉണ്ടാവും. അത് അൺഹാപ്പി ആയതുകൊണ്ടൊന്നുമല്ല. അൺഹാപ്പി ആവുന്ന പ്രശ്നവും ഇല്ല, അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. ഐ ആം ഓൾവേസ് പോസിറ്റീവ്. ഓൾവേസ് ഐ ആം ഓൾവേസ് പോസിറ്റീവ്. ഏതെന്ത് നിലപാട്? അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂട്ടിയിട്ട് തീരുമാനിക്കുന്നു. അതാ മറ്റന്നാൾ കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പ്രശ്നം തുടങ്ങിയിട്ടില്ലല്ലോ. തീരണമെങ്കിൽ എവിടെ പ്രശ്നം തുടങ്ങിയത്? എന്ത് പ്രശ്നം തുടങ്ങിയത്? ഒരു പ്രശ്നമില്ല. വ്യക്തമാക്കട്ടെ എന്ന് പറയുമ്പോൾ നിലവിൽ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമല്ലേ നിലപാട്? അതെനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയുന്നത് ഐ ഡോണ്ട് നോ. കോൺഗ്രസ് നേതൃത്വം പലരും വന്ന് പോയത് നിങ്ങൾ തന്നെ കണ്ടതല്ലേ? ആ നിലക്ക് എന്ന് പറഞ്ഞാൽ മുതിർന്ന നേതാക്കളുമായിട്ട് KPCC പ്രസിഡന്റുമായിട്ട് ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. ഈ അബ്ദുൾ വഹാബും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ആയിട്ട് ഇപ്പം അവസാനം നടത്തിയ ചർച്ചകൾ ഗുണകരമായി എന്നാണോ അങ്ങയുടെ വിലയിരുത്തൽ? അത് കുഴപ്പമില്ല. കുഞ്ഞാലി സാഹിബായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും വളരെ ഫ്രൂട്ട്ഫുള്ളാണ്. ഇന്ന് വരെ അദ്ദേഹമായിട്ട് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തിട്ട് ഒരു അൺഹാപ്പി ആവേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ ഏറെക്കുറെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമായി എന്ന് നമുക്ക് കരുതാം. മറ്റന്നാളത്തെ ഇങ്ങനെ കരുതിയാലും കുഴപ്പമില്ല. ഒരാളെ കരുതുന്നത് വേറൊരാൾക്കെന്ന് ചെയ്യാൻ പറ്റുമോ? കോഴിക്കോട് 2-ാം തീയതി ചേർന്ന UDF യോഗത്തിൽ താങ്കളോട് സഹകരിപ്പിക്കാനുള്ള തീരുമാനം വന്നതാണ്. പക്ഷെ പിന്നീട് അതിന്റെ പ്രഖ്യാപനം ഒക്കെ ഉണ്ടാവും. താങ്കൾ അല്ല, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കോഴിക്കോടാണോ UDF യോഗം? അല്ല, അന്ന് കഴിഞ്ഞു പോയ സംസ്ഥാന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. അല്ല, അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ഞങ്ങളൊക്കെ അറിയില്ല. അന്നും ഒരു പ്രശ്നമുള്ളത് ഈ അതുണ്ടാവാത്തത് അസോസിയേറ്റ് അംഗമാണോ അതോ ഘടകകക്ഷിയാണോ? അതാണ് ഒരു പിന്നെ ഇപ്പോഴത്തെ ഒരു തർക്കം. അല്ല, അസോസിയേറ്റ് അംഗമാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അസോസിയേറ്റ് അംഗം കൂടി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ UDFന്റെ പാർട്ടല്ലല്ലോ. അല്ലല്ലോ. ആണോ? അത് ചെയ്യാൻ ആണോ? അത് പറ നിങ്ങള്. ഞാൻ ഇതുവരെ ഈ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ UDFന്റെ ഏതെങ്കിലും നിലക്കിൽ അസോസിയേറ്റോ അല്ലാതെയോ പാർട്ടായിട്ടുണ്ടോ?
അങ്ങനെ ഡിക്ലറേഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ല, എന്തെങ്കിലും ഒന്നും വേണ്ടാത്ത അങ്ങനെ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ആ അങ്ങനെ ഒരു പ്രഖ്യാപനം അപ്പോ ഞാൻ UDF പാർട്ടല്ലല്ലോ. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച്, ഒരു UDF നടത്തുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? എന്താ അതിൽ തെറ്റ്? PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കൺവീനറോട് നിങ്ങൾ ചോദിക്കുകയാണ്, UDF ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചാൽ ആ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. യുഡിഎഫിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. അല്ല, UDFന്റെ ഭാഗമാകുമ്പോൾ UDFന്റെ അഭിപ്രായം ആകണമല്ലോ. എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. മിനിഞ്ഞാന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ UDFന്റെ പാർട്ടായിട്ടില്ല. PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അല്ല, അതിനെന്താ കുഴപ്പമെന്ന്? അത്രേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. അസോസിയേറ്റ് അംഗമാക്കി പ്രഖ്യാപിച്ചാൽ പ്രശ്നം തീർന്നു. അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂടിയിട്ടല്ലേ തീരുമാനം. നാളെ എന്തെങ്കിലും മീറ്റിംഗ് തൃണമൂലിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓൺലൈനും ബാക്കിയുള്ള നമ്മളൊരു ചിന്ന പാർട്ടി തമിഴ്നാട്ടിൽ പോലെ ചിന്ന പാർട്ടി താൻ സ്വാമി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചിന്ന പാർട്ടി. വലിയ പാർട്ടിയാണ്. അതിന് അത്താഴം വേണ്ട, ആദ്യം മുടങ്ങണമെങ്കിൽ. അത്താഴം ഉണ്ടെങ്കിലല്ലേ മുടങ്ങുക. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഐ ആം ഓൾവേസ് എന്താ പറയുക, ഹോപ്പ്ഫുൾ. ഞാൻ സ്റ്റെപ്പ് അടഞ്ഞ് വേണ്ട. തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അൻവറും മത്സരിക്കുന്നതാണ് ഇപ്പോൾ രാവിലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അപ്പോൾ ആ തീരുമാനത്തിൽ തന്നെയാണ്. അല്ല, അതൊക്കെ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും.